രണ്ടും ഉണ്ടെന്ന് കൂട്ടാം. കാര്യം എനിക്ക് വലിയൊരു പാഷനോ അല്ലെങ്കിൽ ഒരു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ മമ്മിയുടെ ഇഷ്ടമായിരുന്നു. മമ്മിക്കും പപ്പയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കലയായിട്ട് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടച്ചും ഇല്ലാത്ത സമയത്താണ് മമ്മിക്ക് എപ്പോഴും പരാതിയായിരുന്നു, ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഡാൻസ് പോലും മര്യാദയ്ക്ക് ചെയ്യില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മമ്മിയുടെ ആഗ്രഹം, എന്നാൽ ശരി ഒന്ന് ഒരു കൈ നോക്കാം എന്ന് പറയുന്ന സമയത്തായിരുന്നു ഇങ്ങനെ സീരിയലിലും ഓരോ ഡയറക്ടേഴ്സൊക്കെ വരുമ്പോൾ പറയും മമ്മി ഇങ്ങനെ, ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുകയാണെങ്കിൽ വലിയ ഡയറക്ടറിൻ്റെ കൂടെ ചെയ്യുള്ളൂ, വലിയ റോള് തന്നാലും ചെയ്യുള്ളൂ. അങ്ങനെ വീരവാദമൊക്കെ അടിച്ച് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു 13 വയസ്സായ കുട്ടികൾ ആവശ്യമുണ്ട്, അങ്ങനെ ആരാധനയില്ല, ഒരു പേപ്പറിൽ ഒരു ഇതുണ്ടായിരുന്നു, ന്യൂസിനാമൻ ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് മമ്മി ഫോട്ടോസ് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഫിലിമിലേക്ക് വരുന്നത്. ഫിലിം ക്രേസ് ആയത് ഇപ്പോൾ ഒരു റീസെൻ്റ് ബ്യാരിക്ക് ശേഷമാണ്. 2009-10 ആ സമയത്താണ് എൻ്റെ ഒരു പ്രൊഫഷണലായിട്ട് ഞാൻ മനസ്സിൽ കണ്ടത്. അതുവരെ ഞാൻ ചെയ്തതൊക്കെ വന്നു ചെയ്തു അങ്ങനെയുള്ളൂ, അല്ലാണ്ട് വലിയ ക്രേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ഫിലിം അടൂർ സാറിൻ്റെ ഫിലിമായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കാർഡ് വന്നതിന് ശേഷമാണ് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഫിലിമാണെന്നുള്ളത് അറിയണത്. അന്നൊന്നും എനിക്ക് സാറിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, വലിയൊരു ഡയറക്ടറാണെന്നോ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂക്ക് ചെന്ന ട്രിവാൻഡ്രത്തായിരുന്നു. അവിടെ ചെന്നപ്പോൾ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും കണ്ടപ്പോൾ മമ്മി പറഞ്ഞു നിനക്ക് കിട്ടില്ല, വാ പോവാന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ പാർലറിലൊന്നും അധികം പോകാറില്ല. 8th സ്റ്റാൻഡേർഡ് ആയിരുന്നു. മുടി നന്നായിട്ട് എപ്പോഴും എണ്ണയൊക്കെ തേച്ച് അങ്ങനെ ഒരു നാടൻ സ്റ്റൈലാണ്. പക്ഷേ ഡ്രസ്സിങ് ഒക്കെ ഫാഷനായിരിക്കും, മോഡേൺ ആണ്. മനസ്സും എന്നെ കണ്ടെങ്കിൽ ഒരു നാടൻ കുട്ടിയാണെന്ന് പറയുള്ളൂ. അപ്പോൾ അവിടെ വന്ന കുട്ടികളൊക്കെ നല്ല പട്ടുപാവാടയൊക്കെ ഇട്ട് പാർലറിലൊക്കെ പോയി സ്റ്റെപ്പ് കട്ടിങ്ങൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളായിരുന്നു. മമ്മി പറഞ്ഞു അവർക്ക് കിട്ടും, നീ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. മമ്മിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഇത് എനിക്ക് തന്നെയാണെന്ന് ഉള്ളിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് തന്നെയാണ്. അതെന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല കേട്ടോ. അവിടെ ചെന്ന് ഇൻ്റർവ്യൂക്ക് സാറിപ്പോൾ എൻ്റെ അടുത്ത് അഭിനയിക്കാൻ പറഞ്ഞെങ്കിൽ ഞാൻ വെള്ളത്തിലായിരുന്നു. കാര്യം എനിക്ക് അഭിനയമൊന്നും അറിയില്ല ആ സമയത്തല്ല, എപ്പോഴും ഞാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല. ഒരു വാശിപ്പുറത്ത് ചെയ്തതാണ്. സാർ ഇതുപോലെ കുറേ നേരം ഇങ്ങനെ സംസാരിപ്പിച്ചു എങ്ങനെയാണ്. പിന്നെ കത്തി വയ്ക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് സാറിനെയും വൈഫിനെയൊക്കെ നന്നായി കത്തി വെച്ച് എൻ്റെ ഒരു ഇതിലാക്കിയെടുത്തു. അവർ ഫുൾ ടൈം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഫുൾ ടൈം ചിരിയായിരുന്നു. അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയണേ. അപ്പോൾ കുക്കു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടി ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മിക്ക് അപ്പോഴും പ്രതീക്ഷയില്ലായിരുന്നു. വീട്ടിൽ വന്ന ഒരു 1 വീക്കിന് ശേഷമാണ് സാർ എന്നെ വിളിക്കുന്നത്. പക്ഷെ എനിക്കറിയാമായിരുന്നു എനിക്ക് തന്നെയാണ്. കാര്യം എന്താണെന്നറിയില്ല. പിന്നെ എന്നെ ഹൈറ്റ് നോക്കി, മുടി മുറിക്കാത്ത എന്താണെന്ന് ചോദിച്ചു, എന്താ പാർലറിൽ പോകാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ മുടി മുറിക്കാൻ വീട്ടിൽ ഒന്നാമത് ഇഷ്ടമില്ല, എനിക്കും ഇഷ്ടമില്ല മുടി മുറിക്കുന്നത്. പാർലറിൽ പിന്നെ ആ വയസ്സിൽ പോവില്ലല്ലോ. ഈ 3 കാര്യങ്ങളാണ് സ്പെഷ്യലായിട്ട് ചോദിച്ചത്. ബാക്കിയൊക്കെ നോർമലി സംസാരിച്ചുള്ളൂ. സാറിനെ കണ്ടപ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നിയിട്ടുണ്ടാവും. എല്ലാവരും എന്നോട് പറയാറുണ്ട്, ഇപ്പോൾ എന്നോട് നേരിട്ട് കാണുന്നവരൊക്കെ പറയാറുണ്ട്, നന്നായി ചെയ്യും, പ്രോബ്ലംസ് ഒന്നുമില്ല, പ്രശ്നക്കാരിയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാലും പിന്നെ എന്താണ് ഒരു ചെറിയൊരു എന്തൊക്കെയോ സംതിങ് ഉണ്ട്. പക്ഷേ അത് എന്താണെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് അറിയില്ല. അതാണ് വാസ്തവം. അഭിനയിക്കാൻ മാത്രമാണോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. ഈ ഫീൽഡിൽ ഇൻഡസ്ട്രിയിൽ തന്നെ പല ആൾക്കാരും പല അഭിപ്രായമാണ് പറയുന്നത്. കാര്യം നന്നായി ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷേ ഒരു ക്യാരക്ടർ റോൾ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ അമ്മ ക്യാരക്ടർ അല്ലെങ്കിൽ ചേച്ചി ക്യാരക്ടർ. എൻ്റെ സെയിം ഏജുള്ള ക്യാരക്ടർ ഇതുവരെ എന്നെ വിളിച്ച് തന്നിട്ടില്ല. അത് ഇപ്പോൾ മലയാളം എന്നല്ല, അതിനിപ്പോൾ എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് അഭിനയിക്കാൻ കൂടുതൽ സാധ്യത ഈ മല്ലിക വിളിക്കാനാണ്. ശരിക്കും അമ്മ ക്യാരക്ടറും ചേച്ചി ക്യാരക്ടറൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ. അപ്പോൾ പല ആൾക്കാർ പല രീതിയിലാണ് പറയുന്നത്. കുറേ പേര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് അങ്ങനത്തെ തന്നെ വിളിക്കുന്നത് എന്ന് പറയുന്നു. കുറേ പേര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പേഴ്സണലി ഇത് പറയുകയാണെങ്കിൽ ഏതൊരു ക്യാരക്ടറും ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനല്ലേ ആവശ്യമുള്ളൂ. നമുക്ക് തരുന്ന ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ.
അതിലിപ്പോൾ അത് തന്നാലേ നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ കുറേ പേര് പറയുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ക്യാരക്ടർ ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ക്യാരക്ടറിനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവർ തന്നെ ഒരു കാറ്റഗറി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇൻഡസ്ട്രി തമിഴിലായിരുന്നു കൂടുതൽ. ഇപ്പം മലയാളത്തിലും അത്യാവശ്യം അങ്ങനെ ആയി വരുന്നുണ്ട്. ഞാൻ പക്ക പ്രൊഫഷണലി ആയിട്ട് പോകാനായിട്ട് ഒരു മാനസികമായിട്ടുണ്ടെങ്കിലും എൻ്റെ പ്രവൃത്തിയിൽ അത് കുറവാണെന്നാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറ്. കാര്യം എന്നെ അറിയുന്ന അങ്കിൾമാരൊക്കെ പറയാറുണ്ട്, നീ അങ്ങനെ ഇരുന്നാൽ പോരാ, കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങണം. പക്ഷേ അങ്ങനെ ചെയ്യാനായിട്ട് നമ്മുടെ ഒന്നില്ലെങ്കിൽ ബ്രദേഴ്സ് ഉണ്ടാവണം. ഞാൻ നോക്കിയിട്ടുള്ള എല്ലാവർക്കും ഒരു ബ്രദറോ അല്ലെങ്കിൽ ഒരു ഫാദറിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടാവും. ഇപ്പോൾ പപ്പയില്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലം ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് ഇൻഡസ്ട്രിയിലും. കാരണം കുറേ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോബ്ലം കാരണം. അപ്പം അതൊക്കെയാണോ എന്ന് എനിക്കറിയില്ല. പലരും പല അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് ബേസിക്കലി തോന്നുന്നത് ഒരു ഫിലിമിൽ എന്നെ കാസ്റ്റ് ചെയ്തിട്ട് അതിൽ വെറും നിസ്സാരമായൊരു കാരണം കൊണ്ട് അവരത് മാറ്റി. കാര്യം ഒക്കെ ഓൾമോസ്റ്റ് ആയതായിരുന്നു. അപ്പോൾ എന്താന്ന് ചോദിച്ചപ്പോൾ അത് കുറച്ച് നമ്മളിവിടുത്തെ ആദ്യം സ്ക്രിപ്റ്റ് വൈസ് പറഞ്ഞത് മലയാളി കുട്ടി ആവണം എന്നാണ്. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോളിവുഡ് സ്റ്റൈലോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ മാറ്റിയതിന് ശേഷം എനിക്ക് പകരം കാസ്റ്റ് ചെയ്ത ആളെ കണ്ടു കഴിഞ്ഞാൽ ഞാനും മമ്മിയും ചിരിച്ചു. അതപ്പോൾ ഇൻഡസ്ട്രിയിൽ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പം ഞാൻ ആലോചിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് വരുന്ന എല്ലാ ഫിലിമും നമ്മൾ തന്നെ ചെയ്യണമെന്നില്ലല്ലോ. അപ്പം അതിന് ശേഷം എന്താ പറയുക, സ്നേഹവീടിന് ശേഷം കുറേ അങ്ങനത്തെ ക്യാരക്ടർ വിളിച്ചു. ബട്ട് ഞാൻ ചെയ്തില്ല. കാര്യം അതിൽ നിന്ന് സത്യൻ സാറിൻ്റെ ഫിലിമാണ്. ആ ക്യാരക്ടർ എന്താണെന്ന് ഞാൻ ചോദിക്കാതാണ് പോയി ചെയ്തത്. മലയാളത്തിൽ കുറേ ഗ്യാപ്പിന് ശേഷമാണ്, മലയാളം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ് കുറേ ഗ്യാപ്പിന് ശേഷമാണ് ആ ഫിലിം ചെയ്യുന്നത്. പിന്നെ അതേപോലെ എനിക്ക് ചോദിക്കാതെ ചെയ്യാൻ പറ്റുന്ന 2 വ്യക്തികളാണുള്ളത്. ഒന്ന് സത്യൻ സാറും ഒന്ന് രഞ്ജി സാറും. അവർ രണ്ടുപേരെ എനിക്ക് തമിഴ് ഫിലിമിൽ ചെയ്ത് കുറച്ച് ഗ്യാപ്പിന് ശേഷം ആരുടെ റെക്കമെൻഡേഷൻ ഇല്ലാണ്ട് തന്ന 2 ഫിലിമാണ് സ്നേഹവീട് തന്നെ ഇന്ത്യരുപ്പി. ആ ഫിലിമിന് ശേഷം മലയാള ഇൻഡസ്ട്രിയിൽ ഞാനിങ്ങനെ ഒരാളുണ്ട് എന്നറിഞ്ഞു. അതുകൊണ്ട് അവർ തരുന്ന ക്യാരക്ടർ എന്തായാലും ഞാൻ ചോദിക്കാതെ പോയി ചെയ്യും, എന്ത് ക്യാരക്ടറായാലും ശരി. ബാക്കിയുള്ളവരൊക്കെ അത് കണ്ടിട്ട് അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ പോയി ചെയ്യില്ല. അതിന് കുറേ വിളിച്ചിരുന്നു, ബട്ട് ഞാൻ കുറേയൊക്കെ അവോയ്ഡ് ചെയ്തു, ഞാൻ ചെയ്യില്ല പറഞ്ഞിട്ട്. ഇപ്പോൾ സത്യൻ സാറിൻ്റെ രഞ്ജി സാറിൻ്റെ പറയാൻ കാരണം ഞാൻ മലയാള ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത സമയത്ത്, അതായത് അടൂർ സാറിൻ്റെ ഫിലിമാണ് ഫസ്റ്റ് ചെയ്തത്, അതിന് ശേഷം തമിഴ് ചെയ്തു. പിന്നെ ഒരു 3 വർഷം ഗ്യാപ്പായിരുന്നു. കാര്യം പപ്പയുടെ ആക്സിഡൻറ്റിന് ശേഷം ഫിലിമൊന്നും ചെയ്തില്ല. അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം നമ്മൾ പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന 8th 9th 10th സമയത്താണ് എനിക്ക് ഫിലിംസൊക്കെ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ വാല്യൂ അറിയില്ല. ഞാൻ ചെയ്തത് തമിഴിലാണ് കൂടുതൽ. അപ്പോൾ എല്ലാം കൊണ്ടും അവിടെ നല്ലതായിരുന്നു. റെസ്പെക്റ്റും ഭയങ്കര കെയറിങ് ആണ് അവിടെയൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ 2-3 ഫിലിമിൻ്റെ ആൾക്കാർ, ഒറ്റ ഫിലിം ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് വരും വീട്ടിൽ. അവരുടെ ഹെഡ് വെയിറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഈശ്വര, നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ വെച്ച് നോക്കുമ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ന്യൂ ഫേസിൻ്റെ പോലെ ചെറിയൊരു ഇതായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരു 3-4 ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടല്ല, അവർ വീട്ടിൽ വന്ന് എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് വന്നിട്ട് അവരുടെ ഹെഡ് വെയിറ്റൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട മമ്മി, ഫിലിം ചെയ്യണ്ട എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും. പിന്നെ അപ്പോഴാണ് ഒരു 2 ഫംഗ്ഷനിൽ വെച്ചിട്ട് ഇപ്പോൾ സത്യൻ സാറും രഞ്ജി സാറും എന്നെ കാണുന്നതും എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഞാൻ ഫിലിം ചെയ്യുന്നില്ല, പിന്നെ തമിഴിലാണ്, ചെന്നൈയിലാണ് സെറ്റിൽഡ് ആയിരിക്കണേ, മലയാള ഫിലിം ചെയ്യില്ല എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു എന്നാണ് സത്യൻ സാർ എന്നോട് പറഞ്ഞിട്ടില്ലേ. സാർ ഇതിനു മുമ്പും ഏതോ ഫിലിമിനെ എന്നെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാത്ത ആരൊക്കെയോ പാറകളുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ. അത് ആരാന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നു പലരും വിളിച്ചിട്ട്. അപ്പോൾ ആ ഒരു കടപ്പാടാണ്. കാര്യം ആരും
ഹെൽപ്പില്ലാത്ത സമയത്ത്, ഹെൽപ്പിങ് ചെയ്യാൻ മനസ്സില്ലാത്ത സമയത്ത് 2 ക്യാരക്ടർ തന്നു. 2 ഒരേ സമയത്ത് ചെയ്തു. ഒന്ന് 17 വയസ്സ് ആയ കുട്ടിയുടെ അമ്മയായിട്ട് ചെയ്തു. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുറ്റം പറഞ്ഞവരുണ്ട്. കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത്ര ചെറുതിൽ. ഞാൻ ആ കുട്ടി തമ്മിൽ 5 വയസ്സ് ഡിഫറൻസ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. കുറേ പേര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ചലഞ്ചിങ് ആയിട്ട് എടുക്കാൻ പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് പ്ലസ് ആയത് ഒരേ സമയത്തായിരുന്നു ഈ 2 ഫിലിമും, ഇന്റർവ്യൂ, സ്നേഹവീടും. ഒരേ സമയത്തായിരുന്നു ഷൂട്ടിങ്, ഒരേ സമയത്തായിരുന്നു റിലീസിങ് ഒക്കെ. അപ്പോൾ ഒരേ സമയത്ത് 2 ക്യാരക്ടർ ഞാൻ ചെയ്തു. അപ്പോൾ അതായിരുന്നു എനിക്ക് പ്ലസ് ആയത്. ആ ഫിലിം കണ്ടിട്ടാണ് മധുബാൽ സാർ എന്നെ ഒഴിമുറിയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ആൾക്കാരുണ്ട്. കുറച്ച് ആൾക്കാർ ഇങ്ങനെ കുട്ടി അമ്മയുടെ ക്യാരക്ടർ ചെയ്തു, പിന്നെ അമ്മ റോളായിരിക്കും. എൻ്റെ ചേച്ചിയേക്കാൾ ഏജിലൊരു ആർട്ടിസ്റ്റിൻ്റെ ചേച്ചിയായിട്ട് വിളിച്ചു. ഞാൻ വഴക്ക് പറഞ്ഞിട്ട് വെച്ചു. നമുക്ക് ഇപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം കുറേ പേര് നല്ല രീതിയിൽ വരുന്നുണ്ട്. കുറേ പേര് ഇങ്ങനെ മനഃപൂർവ്വം നമ്മളെ വിളിച്ച് മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുക. അങ്ങനെയൊക്കെയാണ് സത്യത്തിൽ ഇപ്പോഴാണ് ശരിക്കും ഒരു ആർട്ടിസ്റ്റിൻ്റെ ശരിക്കുള്ള ഇതറിയുന്നത്. ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ നിൽക്കണം, എത്രത്തോളം കപ്പാസിറ്റി വേണമെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അനുഭവം സത്യത്തിൽ മലയാള ഫിലിം ചെയ്യാണ്ടിരിക്കാൻ ഇതിനു മുമ്പ് ഞാനൊരു മലയാള ഫിലിം ചെയ്തിരുന്നു. അതായത് നിഴൽക്കുത്ത് ചെയ്തതിന് ശേഷം എൻ്റെ ചേച്ചിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചേച്ചി US-ലായിരുന്നു. അപ്പോൾ ഞാനായിട്ട് പറഞ്ഞു ഞാൻ ചെയ്യാം അങ്കിൾ, എന്നെ അറിയുന്ന ഒരു അങ്കിളായിരുന്നു. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല വന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് ഹീറോയിനായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അതിൽ ഹീറോയിൻ വേറൊരാളാണ്. അപ്പോൾ ആദ്യം ചെന്നപ്പോൾ എനിക്ക് എൻ്റെ ക്യാരക്ടറിന് പേരൊക്കെ ഉണ്ട്, ഇന്ന പോലെയാണെന്നൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പേരില്ല, ഞാൻ സൈഡിൽ കുട്ടികളുടെ കൂട്ടത്തിലേക്ക്. എന്താണെന്ന് റീസൺ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ആ ഹീറോയിൻ ആ ആർട്ടിസ്റ്റിന് എന്നെ കാണുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും കരയിപ്പിക്കും. ഞാൻ അഡ്രസ്സാൻ്റെ ഫിലിം കഴിഞ്ഞ് വന്നുള്ളൂ. അപ്പോൾ അതിൽ കോസ്റ്റ്യൂമേട്ടൻ പറഞ്ഞു, നിൻ്റെ ഫിലിം നിനക്ക് അറിയാത്തതുകൊണ്ടാണ്, അതിൻ്റെ വാല്യൂ നിനക്കറിയില്ല, അത് റിലീസായതിന് ശേഷം നീ ഫിലിം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തമാശ രീതിയിൽ, ഞാൻ സത്യത്തിൽ എനിക്കറിയില്ല. പിന്നെ അത് പറഞ്ഞു തരാനുള്ള മമ്മിക്കോ അല്ലെങ്കിൽ അപ്പോൾ പപ്പ ഉണ്ടായിരുന്നു. ആ പപ്പയ്ക്ക് അങ്ങനെ വലിയൊരു ഐഡിയ ഒന്നുമില്ല. എനിക്കിഷ്ടം തോന്നി ഞാൻ പോയി ചെയ്തു. അങ്ങനെ ഒരു 1 വീക്ക് അതിൽ ചെയ്തു. 9th പഠിക്കുമ്പോൾ സ്റ്റാർട്ടിങ്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ കരച്ചില്ല. എനിക്കിങ്ങനെ ബഹളമൊക്കെ വയ്ക്കുന്ന കുട്ടിയാണെങ്കിലും എനിക്കിങ്ങനെ പറഞ്ഞ അടി ഉണ്ടാക്കാറില്ല. അപ്പോൾ എല്ലാവരും മുമ്പിൽ വെച്ച് ഏതെങ്കിലും ഡയലോഗ് തെറ്റിയാൽ മനഃപൂർവ്വം കളിയാക്കും. ഡയറക്ടറും ആളുടെ സപ്പോർട്ടാട്ടോ. ഡയറക്ടറും ആളെ കൂടെ നിന്നാലും ഞങ്ങളെ കളിയാക്കും. അങ്ങനെ മനസ്സ് മടുത്തിട്ട് എനിക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 1 വീക്ക് ചെയ്തിട്ട് ഞാൻ പോന്നു. മലയാളം ഫിലിമാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മലയാളം ഫിലിം ചെയ്യില്ല, ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ തമിഴിൽ, പിന്നെ എനിക്ക് ചേരൻ സാറിൻ്റെ ഓഫർ വന്നത്. പിന്നെ തമിഴ് ചെയ്തു. പല ആൾക്കാരുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, മാനസികമായിട്ട് നല്ല സ്ട്രെങ്ത്തും നല്ലൊരു കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഒരു ചെറിയൊരു കാരണം വന്നിട്ട് വീഴുമ്പോഴേക്കും കരഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. ആൾ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴേ ഞാനിവിടെ വന്നേ. അങ്ങനെയല്ല കേട്ടോ, അതൊരു ആക്സിഡൻറ്റ് പോലെയായിരുന്നു. ആളുടെ ഒരു മാരേജിനൊക്കെ ശേഷമാണ് ഞാനിവിടെ വന്നിരുന്നത്. ഇല്ല, ഞാൻ പക്ഷെ നേരിട്ട് കണ്ടു. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് മാത്രമല്ല കേട്ടോ, ആളുടെ കൂടെ ആരൊക്കെ ചെയ്തിട്ടുണ്ട് ആൾക്കൊക്കെ സെയിം അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ എന്നെ മാത്രമായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ വേറൊരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ സെയിം അനുഭവം ആൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആൾ പറഞ്ഞു ഡെയിലി എന്നെ പോലെ തന്നെ ബാത്റൂമിലൊക്കെ പോയി നിന്ന് കരച്ചിലൊക്കെ ആയിരുന്നു അത്ര എൻ്റെ ഫ്രണ്ട്. അപ്പോൾ പക്ഷേ അതിനൊക്കെ തരണം ചെയ്ത് ആളിപ്പോൾ, ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പറയാനായിട്ടൊരു പേടിയായിരുന്നു. ആളെ കാണുമ്പോഴേ എനിക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞു ചേച്ചിയുടെ ക്യാരക്ടറൊക്കെ മാറിയിട്ടുണ്ട്, ആളിപ്പോൾ ഇത്തിരി സോഫ്റ്റ് ആയിട്ടുണ്ട്. അന്ന് ചെറുതല്ലായിരുന്നു, അതിൻ്റെ ഒരു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഉണ്ട് കേട്ടോ. ഞാനൊരു കൈകൾ വെച്ചിട്ട് ഹായ് ബൈ പറഞ്ഞിട്ട് പോന്നു. നമ്മുടെ ഇൻഡസ്ട്രിയിലത്തെ ആൾക്കാർ തന്നെയാണ് ഓരോ ആൾക്കാർ അങ്ങനെ ആക്കുന്നത്. എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവർ തന്നെ പറയുന്നു
ആ കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഈ കുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഹീറോയിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അവർ തന്നെയാണ് അവർ ആക്കി വയ്ക്കുന്നത്, അല്ലാതെ ആർട്ടിസ്റ്റുകളല്ല. ആർട്ടിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടറിൻ്റെ കീഴിൽ പോയാൽ അത് ഏതൊരു ആളായാലും, ഡയറക്ടർ ഒരു നല്ല ടാലൻ്റ് അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അഭിനയം അറിയാത്ത ഒരാൾ ശരിയാക്കി എടുത്തോളും. എനിക്ക് അങ്ങനെ പറയുള്ളൂ. കാര്യം നല്ലൊരു ഡയറക്ടറിൻ്റെ കീഴിൽ നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിലും നമ്മളവിടെ ചെന്ന് നിന്നാൽ മതി, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ നമ്മളെ ഏത് രീതിയിൽ എത്തിക്കുന്നുള്ളത് അവർക്കറിയാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെയാണ് പറയുന്നത്, ഈ കുട്ടി ഇങ്ങനെ ചെയ്തു. പണ്ടത്തെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എത്രയോ ഫിലിംസിൽ രാധ അല്ലെങ്കിൽ രേവതി ചേച്ചി എത്ര വലിയ ഹീറോസിൻ്റെ കൂടെയും അതേപോലെ തന്നെ ന്യൂ ഫേസിൻ്റെ കൂടെയും ചെയ്തിട്ടുണ്ട്. അമ്മ റോൾ ചെയ്തിട്ടുണ്ട്, ചേച്ചിയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, എന്താ പറയുക അമ്മായി, പല റോളും ചെയ്തിട്ടുണ്ട്. അന്നത്തെ ആൾക്കാർ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ, ഹീറോയിൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് പേരുണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും ഇങ്ങനെ വരുമല്ലേ, അപ്പോൾ ഈ കുട്ടിക്ക് എന്തായാലും അമ്മ റോള്, ഈ കുട്ടിക്ക് എന്തായാലും ചേച്ചിയുടെ ക്യാരക്ടർ, അങ്ങനെയാക്കി വെച്ചിരിക്കുകയാണ്. ഇതും സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്നും അധികം ചെയ്യാത്ത കാരണം പല ഫങ്ഷൻസിന് വിളിച്ചാലും ഞാൻ പോവില്ല. ഞാൻ പറയും മലയാളത്തിൽ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ചെയ്യാണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, അങ്ങനെ പോയാൽ തന്നെ അറിയുള്ളൂ, ഇങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 2 ഫംഗ്ഷന് ഞാൻ പോയി. 2 ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ അതിന് മുമ്പ് കന്നഡയിലും തെലുങ്കിലും ചെയ്തിട്ടുണ്ട്. തെലുങ്കിൽ ഓട്ടോഗ്രാഫ് മാത്രം, തമിഴിൽ ഓട്ടോഗ്രാഫ് മാത്രം ചെയ്തതിന് ശേഷമാണ് തെലുങ്ക് ചെയ്യണേ. അപ്പോൾ അവിടെ ഞാൻ പൂജയ്ക്ക് പോയപ്പോൾ എനിക്ക് ഇവരെയൊക്കെ കണ്ടപ്പോൾ, ഈ വലിയ സെറ്റപ്പ് കണ്ടപ്പോൾ ഞാൻ പേടിച്ച് മാറുന്നു. ഞാനും ഗോപി ചേച്ചിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചിരഞ്ജീവി, നാഗാർജുന, അവരൊക്കെ അത്രയും വലിയ ഹീറോസാണ്. ഞങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായി പേടിച്ച് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ നേരിട്ട് വന്നിട്ട് പറഞ്ഞു നന്നായി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും, അതേപോലെ വിക്രം, പല സെറ്റിൽ പല ഫംഗ്ഷന് വെച്ച് കാണുമ്പോഴും ഞാനിങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ അവിടെ വന്ന് നിന്നിട്ട് പറയാറുണ്ട്. അവിടെ ഞാൻ തമിഴിൽ കണ്ടിട്ടില്ല, എല്ലാ ഹീറോ ആയാലും ഹീറോയിൻസ് ആയാലും ഒരു റെസ്പെക്റ്റ് ഉണ്ട്, ഒരു ഒരു ലാളിത്യം ഉണ്ട് എല്ലാവർക്കും. പക്ഷേ ഇവിടെ 2 ഫംഗ്ഷന് ഞാൻ പോയി. ഫംഗ്ഷന് പോയതിന് ശേഷം ഇതേപോലെ 2 ഫിലിംസൊക്കെ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണ്, 2 പേരുണ്ട്. ഞാനിപ്പോൾ നേരെ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഞാൻ ആരും ആയിക്കോട്ടെ, നമ്മൾ ചിരിക്കില്ലേ ഒരാളെ കാണുമ്പോൾ, ഒരു സെലിബ്രിറ്റിനെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിക്കും. ഞാൻ ചിരിച്ചു ഇങ്ങനെ ഞാനാണെങ്കിൽ ചമ്മിയിട്ടാണ് പോകുന്നത്. കാര്യം മലയാളത്തിൽ ഞാൻ ചെയ്തിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സ് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പോകുന്നത്. മമ്മിയും വഴക്ക് പറഞ്ഞു, നീ അങ്ങനെ എന്നാലല്ലേ അറിയുള്ളൂ. ഞാൻ ആദ്യമായിട്ട് പോയി നോക്കി, ഞാൻ 2 പ്രാവശ്യം അങ്ങനെ ചെയ്തു, 2 പ്രാവശ്യം അങ്ങനെ തന്നെ. ഞാൻ ആകെ കരച്ചിലൊക്കെ വന്നിട്ട്, എന്താ ഇങ്ങനെ ഒരു 2 പേരുണ്ട് കേട്ടോ, ഇപ്പോൾ 2 ഫിലിം ചെയ്തിട്ടുള്ളൂ അവർ. ആ 2 ആൾക്കാരാണ് ഇങ്ങനെ ചെയ്തിട്ടില്ലേ, ഹീറോയിൻസാണ്, മലയാള ഇൻഡസ്ട്രിയിലത്തെ ഹീറോയിൻസാണ്. ഞാൻ എനിക്ക് പിന്നെ വെറുത്തു. ഞാൻ പറഞ്ഞു മതി, ഇനി ഞാൻ വലിയ ഫംഗ്ഷന് വരില്ല, അതിന് വരില്ല, ഇതിന് പറഞ്ഞ് മമ്മിയിട്ട് വഴക്കുണ്ടാക്കി, എന്നോട് പറഞ്ഞ ഫ്രണ്ട്സിനോടൊക്കെ വഴക്കുണ്ടാക്കി, ഇനി മേലൊക്കെ എന്നെ വിളിക്കരുത്, ഞാൻ ചെയ്യാണ്ട് വരില്ല. അങ്ങനെ 2 ഫംഗ്ഷൻ ഞാൻ പിന്നെ ക്യാൻസൽ ചെയ്തു. ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനിയുള്ള അനുഭവം എന്ന് ആലോചിച്ച് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ വാസ്തവമാണ്. കാര്യം ഇവർ വരുന്നേക്കാൾ മുമ്പ് ഇങ്ങനെ കുറേയൊക്കെ മറ്റുള്ളവർ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എല്ലാവരോടും സംസാരിക്കാൻ പാടില്ല, എല്ലാവരോടും ചിരിക്കാൻ പാടില്ല, കുറച്ച് വെയിറ്റ് ഇടണം, കുറച്ച് ബുദ്ധിജീവികളെ പോലെ സംസാരിക്കണം. ഞാൻ ബുദ്ധിജീവികളെ പോലെ സംസാരിക്കുക. അവാർഡ് കിട്ടിയതിന് ശേഷം ഫോൺ വിളിച്ച് പറയണേ, എപ്പോഴും ആലോചിച്ച് സംസാരിക്കണം. ഞാൻ എന്ത് പറയുകയാണെങ്കിലും നമ്മൾ ആലോചിക്കണം, അതൊക്കെയാണ് ബുദ്ധിജീവികളുടെ ഞാനോ. അവാർഡ് പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഒന്നും ചെയ്ത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അത് കിട്ടിയപ്പോൾ കിട്ടി, ഓക്കെ എന്ന് വിചാരിച്ച് ഞാൻ ബുദ്ധിജീവിയാണ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റും? ഇല്ല, എനിക്കുള്ളത് ഞാൻ കാണിക്കുള്ളൂ. കുറേ പേര് ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ അത് കേട്ട് മാറുന്നവരുണ്ട്. പിന്നെ പേഴ്സണലി ഇപ്പോൾ വീട്ടിൽ വളർത്തുന്നതിൻ്റെ കുറച്ച് പ്രോബ്ലംസും ഉണ്ട്, അങ്ങനെയും ഉണ്ട്. അവസരങ്ങൾ എന്നല്ല, ഞാൻ ഒതുങ്ങിക്കൂടുന്നു എന്നുള്ളൊരു ഫീലുണ്ട്. അതായത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറൊരു കാര്യത്തിനായിട്ട് പോവാറില്ല പുറത്തേക്കൊന്നും. ഇപ്പോൾ എന്തെങ്കിലും ഇൻ്റർവ്യൂസ് വന്നാൽ അത് ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് സ്വന്തമായിട്ട് എന്താ പറയുക,
ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ആ സ്വന്തമായിട്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം, എന്നാലാണ് നമ്മൾ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ എത്രയോ പേരുണ്ട്, ഇപ്പം ഞാൻ മാത്രമല്ലല്ലോ, എത്രയോ പേരുണ്ട്. അപ്പോൾ അവരെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എപ്പോഴും എന്താ പറയുക ഇൻ്റർവ്യൂ കൊടുത്ത് അത് ചെയ്ത് ഇത് ചെയ്ത് നിൽക്കണം. അപ്പം ഞാൻ കുറച്ച് എൻ്റെ ഉണ്ട്, ഇല്ല എന്നല്ല, എന്നെ എല്ലാവരും ആ ഒരു കാര്യത്തിൽ വഴക്ക് പറയാറുണ്ട്. വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ സത്യത്തിൽ പണ്ടത്തെക്കാളും അത്യാവശ്യം ബിസിയാണ്. ഇപ്പോൾ അത്യാവശ്യം ബിസിയാണ്. അപ്പോൾ ഇൻഡസ്ട്രിയിലായാലും ശരി, ഇപ്പോൾ പ്രൊഫഷണലായാലും ശരി, വീട്ടിലായാലും ശരി. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള വിഷമം പാപ്പയുടെ കേസ് തന്നെയാണ്. അപ്പോൾ പാപ്പയ്ക്ക് അങ്ങനെ അസുഖം വന്നിട്ട് മരിച്ചതല്ല, ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ പാപ്പ പെട്ടെന്ന് പോയപ്പോൾ പാപ്പയ്ക്കും കൂടെ ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവരും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാനും മമ്മിയും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വിഷമമുണ്ട്, അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഇതിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പം മലയാള ഫിലിമാണ്, മലയാളത്തിൻ്റെ ലുക്ക് വേണമെന്നൊക്കെ പറയുന്ന ആൾക്കാർ തന്നെ പലരും മാറ്റി പറയുന്നവരുണ്ട്. ഇപ്പോൾ ഇവരിങ്ങനെ ഇൻ്റർവ്യൂവിലൊക്കെ പറയും മലയാളം ഫിലിമാണ്, മലയാളത്തിൻ്റെ തനിമ വേണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ യാതൊരു കാര്യമില്ല, വെറുതെ പറയുന്നതാണ്. ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കുള്ള ആൾക്കാരെ തന്നെയാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. ഞാൻ കണ്ടിട്ടുള്ള ഫീൽ അത് നോക്കുമ്പോൾ കളറിൻ്റെ കേസിൽ എത്രയോ ഫിലിംസിൻ്റെ കേസ് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയും. കളറ് അത് ഇത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ തന്നെയാണ് ഇവിടെ മലയാളീസിന് ആവശ്യം. ഇപ്പോൾ ഹീറോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലായി കഴിഞ്ഞാൽ അവർക്ക് അഭിനയം അറിയില്ലെങ്കിലും അഭിനയം അറിഞ്ഞാലും അല്ലെങ്കിൽ അവരെ പൈസ ചിലവാക്കി കൊണ്ടുവരാനായിട്ട് ആൾക്കാരുണ്ട്. അതാണ് ഞാൻ കണ്ടിട്ടുള്ള 3 ഫിലിമിലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം എന്നോട് പറയും അത്ര ബഡ്ജറ്റില്ലാത്ത ഫിലിമാണ്, അതാണ് ഇതാണെന്ന്. ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രമാണ് അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അത്യാവശ്യം റെമ്യൂണറേഷൻ നമുക്ക് വേണം. ഞാൻ ഇല്ല അങ്ങനെയല്ല, അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ട് ആ സ്ഥലത്തേക്ക് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ ബോളിവുഡിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ ഞാൻ പറയും അപ്പോൾ അവർക്ക് അതങ്ങനെയല്ല, അവരെന്തൊക്കെ പറഞ്ഞാലും എസ് വയ്ക്കും. നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞാൽ നോ പറയും. അതാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ കുഴപ്പം. നമ്മൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കരുത്, ഒരു വാഗ്ദാനത്തിൽ വീടരുത്. എനിക്ക് പറയാനുള്ളത് കേട്ടോ, എൻ്റെ അനുഭവത്തിലുള്ളതാണ്. നമ്മൾ കറക്റ്റായിട്ട് പറയാം. എല്ലാവരുടെ അടുത്തും സിൻസിയറായിട്ടുള്ള സ്നേഹമോ റെസ്പെക്റ്റോ ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളത് മാത്രം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ പക്ക ബിസിനസ് മൈൻഡിൽ നിന്നാലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്നല്ല, ഏത് ഇൻഡസ്ട്രിയിലും നിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഓക്കെ ഒരു ഫാമിലി ടച്ച് ആയിട്ടുള്ള മൈൻഡൊക്കെ കൊണ്ടുവരുന്ന യാതൊരു കാര്യമില്ല. ഒരു സിൻസിയറായിട്ടുള്ള റെസ്പെക്റ്റോ സ്നേഹമോ വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. പക്ക ബിസിനസ് മൈൻഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് സ്ഥലത്തും നമുക്ക് നിൽക്കാം. സത്യത്തിലേ ഇപ്പോൾ പറഞ്ഞാണ്, ഇപ്പോൾ ക്യാരക്ടർ വൈസ് പറയാണ് ക്യാരക്ടറായിട്ട് ചെയ്യണം, എല്ലാ ക്യാരക്ടറും ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് നല്ലതെന്നൊക്കെ എല്ലാവരും പറഞ്ഞാലും ഹീറോയിൻ ചെയ്യുന്നവർക്കാണ് വാല്യൂ. ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്താലും എനിക്ക് വാല്യൂ കിട്ടണമെങ്കിൽ ഒരു പക്ക ബിസിനസ് മൈൻഡ് ചെയ്യണമെങ്കിൽ ഹീറോയിൻ ആവണം. ഹീറോയിൻ ചെയ്താലാണ് എല്ലാവരും അത് നടിയാണ്, ഇത് നല്ല അഭിനയിക്കുന്ന കുട്ടിയാണ്, ആർട്ടിസ്റ്റാണ്, അത് നടി, ഇത് ആർട്ടിസ്റ്റ് എന്നുള്ള ഡിഫറൻസ് പലരുടെ സൈഡിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവൻ നടി എന്ന് പറയുന്നത്, ഹീറോയിൻ എന്ന് പറയുമ്പോൾ അതൊരു ഇത് തന്നെയാണ്. കാര്യം 2 സോങ്ങിൽ വന്ന് 2 ഡയലോഗ് പറഞ്ഞ് പോയാലും നമ്മളിവിടെ ഗ്ലിസറിനിട്ട് കരഞ്ഞഭിനയിച്ച ഒരു കാര്യമില്ല. അത് ആർട്ടിസ്റ്റാണ്, ഇത് ഹീറോയിനാണ്. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ പ്രിയപ്പെട്ട നാട്ടുകാർ എന്നൊന്ന് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫിലിമിൽ അച്ഛൻ മരിച്ചു പോകുന്നൊരു സീനാണ്. അപ്പോൾ അച്ഛനെ കൊല്ലുന്നതാണ്. അപ്പോൾ ഞാൻ റിയൽ ലൈഫിൽ ഞാൻ +1 പഠിക്കുമ്പോഴാണ് പാപ്പ മരിക്കുന്നത്. അപ്പോൾ അന്ന് എൻ്റെ ചേച്ചി അടുത്തില്ല,
മമ്മി അനിയത്തി 7th ആയിരുന്നു. അപ്പം ഞാൻ അന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് എന്താ റീസൺ ഒന്നും എനിക്കറിയില്ല കേട്ടോ. അന്ന് ഞാൻ എന്തോ അത് ഞാൻ കരഞ്ഞില്ല, കരയാണ്ട് ഇരുന്നിരുന്നത്. അപ്പോൾ അപ്പോൾ പപ്പ മരിച്ച് പിന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്കിൾമാരൊക്കെ പുറത്താണ്, അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഡീൽ ചെയ്തത്. +1 പഠിക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ ചെയ്തു. ഇപ്പോഴെനിക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര ഇതാണ്, എങ്ങനെ ഞാൻ ചെയ്തു എന്നുള്ളത് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ആ ഫിലിമിൻ്റെ ഇതിന് പറഞ്ഞു ഇങ്ങനെ കുറേ ക്രൗഡിൻ്റെ ഇടയിൽ നമ്മൾ ഓളിയിട്ട് ഇങ്ങനെ കരയണം. ഞാൻ അതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സീനായിരുന്നു. അത് മരണത്തിൻ്റെ ഒരു സംഭവം. ഞാൻ എങ്ങനെ ഞാൻ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് ടെൻഷനായിരുന്നു. കാര്യം ഞാൻ പപ്പ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ അത് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സത്യത്തിൽ ഗ്ലിസറിനൊന്നും എനിക്ക് ആവശ്യം വന്നില്ല. അത് എന്താ ആ ഒരു സിറ്റുവേഷൻ ശരിക്കും അന്ന് അറിയാൻ പറ്റാത്തത് എന്തോ അന്ന് ഞാൻ റിയലായിട്ട് ഗ്ലിസറിനൊന്നും യൂസ് ചെയ്യാണ്ട് കരഞ്ഞു. അത് ആ ഒരു ഇതിൽ അത് മാത്രമാണ് ചെയ്തത്. ബാക്കിയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറൊന്നും എൻ്റെ റിയൽ ലൈഫായിട്ടൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല ഞാൻ. അതിൽ പാവം പിടിച്ച കുട്ടികളാണ് ചെയ്യാറ്, കരച്ചിലും പിടിച്ചിലും. ഞാൻ റിയൽ ലൈഫിൽ കരയാറേ ഇല്ല. അടി കിട്ടിയാൽ പോലും കറിയില്ല. അങ്ങനത്തെ ഒരാളാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ എൻ്റെ ഫുൾ ഫിലിം തന്നെയാണ്. കാര്യം എൻ്റെ പ്രൊഫഷണലായിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ കാര്യം ഇനി ഞാൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഹാർഡ് വർക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഒരു ബിസിനസ് മൈൻഡും കൂടെ ഉണ്ടാവണം. ആർട്ടിസ്റ്റ് മാത്രമായ പോരാ, ബിസിനസ് മൈൻഡും കൂടെ ഉണ്ടാവണം. അപ്പോൾ അത് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഏതാണ് പ്രോബ്ലംസ് ഉള്ളത് അതൊക്കെ മാറ്റി വരാണ്. കാര്യം പ്രൊഫഷണലായിട്ട് ഇത് എടുത്തു കഴിഞ്ഞു. പിന്നെ വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മമ്മിയുടെ ഒരു ലൈഫ്, അതായത് മമ്മി വളർത്തി വരുന്ന ഒരു കുട്ടിയുണ്ട്, ആ ഒരു കുട്ടിയാവാൻ തന്നെയാണ് ഇഷ്ടം. അതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ആർട്ടിസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. ബിസിനസ് മൈൻഡ് ഇതുവരെ സെറ്റായിട്ടില്ല. ബിസിനസ് മൈൻഡും കൂടെ ആക്കണം. എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ ചെയ്ത എല്ലാ ക്യാരക്ടറും ഞാൻ ആദ്യമേ കണക്കാക്കി വെച്ചിരുന്ന ഒരു ഇതൊന്നുമല്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡയറക്ടറിൻ്റെ മനസ്സിലുണ്ടാവും, അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായില്ല എനിക്ക് ഏത് ക്യാരക്ടർ ചെയ്യാനും കോൺഫിഡൻസ് ആണ്. പിന്നെ കുറച്ച് മോഡേൺ ക്യാരക്ടർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് സെക്സി ആയിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ ചെയ്യും. അതില്ലാത്ത സമയത്ത് എന്തായാലും അത് ചെയ്യാനില്ല. എനിക്ക് തോന്നുകയാണ് ഞാൻ ചെയ്താൽ അത് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും. ആ ക്യാരക്ടറിന് ആവശ്യമാണെങ്കിൽ ചെയ്യും. അല്ലാതെ ഞാൻ ഇങ്ങനെ സാരി മാത്രമേ എടുക്കുള്ളൂ അല്ലെങ്കിൽ ചുരിദാർ മാത്രം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റ് എന്നാളായിരിക്കും അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് വീട്ടിലിരുന്നാൽ മതി. അല്ല, കാര്യമായിട്ട് പറയാം. ഇത് നമ്മുടെ പ്രൊഫഷണൽ ഇതാണ്. എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ തയ്യാറാവണം. പിന്നെ സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. അത് ചെയ്താൽ നന്നാവും അല്ലെങ്കിൽ അത് ചെയ്താൽ നന്നാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് ബേസ്. കോൺഫിഡൻസ് ഉണ്ടായാൽ ഏത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും.